ഹായ് എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് നമ്മുടെ വർക്കല സ്റ്റൈലിൽ കുടംപുളിയിട്ടൊരു മീൻകറി ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഐറ്റം. ഇവനെയാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇനി ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പം നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളി 2 തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ ഇഷ്ടത്തിന് എടുക്കാം. ഇവിടെ നോക്കൂ, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പച്ചമുളക്, പിന്നെ ഒരു സവാള അരിഞ്ഞിട്ടുള്ളത്, പിന്നെ നമ്മുടെ കറിവേപ്പില. നമ്മളെ വീട്ടിൽ കിട്ടാൻ വലിയ പാടാണ് കറിവേപ്പില. 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത് ഇത്രയുമാണ്. അപ്പം മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പിലേക്ക് വെച്ച് ആ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അങ്ങോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് കണ്ടില്ലേ, അളവ് കണ്ടില്ലേ, അത്രയും അതിനു വേണ്ടി നമുക്ക് ഉലുവയും കൂടെ അതിൽ ഇട്ട് കൊടുക്കാം. കറിക്ക് ടേസ്റ്റ് കൂടും. അപ്പം കടുകും ഉലുവയും കൂടെ പൊട്ടി വരട്ടെ. ഇത് രണ്ടും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചതിട്ടിട്ടുണ്ട്. രണ്ടും എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ മൂക്കട്ടെ. നല്ല മൂക്കുന്ന മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. അത് മൂത്ത് വരുന്ന സമയം കൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള ചേർത്ത് കൊടുത്തു. സവാള ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. പക്ഷേ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ വഴന്ന് വരട്ടെ. സവാള ഇട്ടതിന് ശേഷം നമ്മുടെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഇതെല്ലാം എണ്ണയിൽ നല്ല മൂത്ത് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പം നല്ലതുപോലെ അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ നേരത്തെ ഇട്ട പച്ചമുളകും എല്ലാം അതിൽ വഴന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യം വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടിയും 2 എടുത്തിട്ടുള്ളത്. മുളക് പൊടി 2 എടുത്തു, മല്ലിപ്പൊടിയും 2 എടുത്തു. 2 ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ മസാലയെല്ലാം നമ്മുടെ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. ആ പച്ചമണം മാറട്ടെ. നല്ലൊരു മണം വരും. അപ്പം അതങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള കുടംപുളി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുടംപുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ പറഞ്ഞ ഇടാൻ മറന്നുപോയ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാലെടുത്ത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം കറി തിളയ്ക്കട്ടെ. കറി തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറിയിലോട്ടിട്ട് അതിലേക്ക് ഒന്ന് ചെറുതായിട്ട് മീൻ ഉടഞ്ഞു പോവാതെ അതിലൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ട് അരപ്പൊക്കെ പറ്റിച്ച് നമുക്കിത് ഇനി മൂടി വെച്ച് കുറച്ച് വേവിക്കാം. അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിരിക്കുന്നു. നല്ല ആവി പറക്കുന്ന ചൂട് പറക്കുന്ന മീൻ കറി നമ്മുടെ സ്റ്റൗവിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മീൻ കറി എങ്ങനെ നമ്മൾ കുടംപുളിയിട്ട് വെച്ച നമ്മൾ സൂപ്പർ അടിപൊളി മീൻ കറിയാണ്. അത് റെഡി ആയിരിക്കുന്നു. അവസാനമായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വയ്ക്കാം. കുറച്ച് മൂടി വെച്ചിരുന്നതിന് ശേഷം അപ്പോൾ കുറച്ച് കഴിഞ്ഞൊന്ന് എടുത്തു നോക്കുമ്പോൾ കാണാം നമ്മുടെ മീൻ കറിയുടെ ഭംഗി മാത്രമല്ല നല്ല രുചിയുള്ള
കണ്ടോ, നല്ല ചുമന്ന നെയ്യൊക്കെ തെളിഞ്ഞ നല്ല കുടംപുളി ഇട്ട് വെച്ച നല്ല ചൂരക്കറി ഇതാ ഇവിടെ റെഡി ആയിരിക്കുന്നു. നല്ല രുചിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.